നിങ്ങളുടെ നാട്ടിലൊക്കെ മഴക്കാലം തുടങ്ങിയോ? ഇവിടെ മഴക്കാലം തുടങ്ങിയ അവസ്ഥയാണ് കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട്. ഏകദേശം ഒരാഴ്ചയായിട്ട് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അച്ചൂട്ടൻ്റെ അംഗനവാടിയിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഞാൻ അത്രയും സങ്കടപ്പെട്ടിട്ടാണ് എൻ്റെ മോനെ ഞാൻ അംഗനവാടിയിലേക്ക് വിട്ടത്. സന്തോഷമുണ്ടായിരുന്നു, എന്നാലും എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്ന ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ അമ്മമാർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഞാൻ കുറേ ദിവസം എടുത്തു കേട്ടോ അതൊന്നും മാറി വരാൻ. എന്നാലും ഇപ്പോഴും എനിക്ക് വിഷമമാണ്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച തൊട്ട് സ്കൂളിൽ പോകാനായല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പം അത് അടുത്തൊരു ടെൻഷനാണത്. പിന്നെ എന്തായാലും രാവിലെ തന്നെ നമുക്കിന്ന് പ്രവേശനോത്സവം, അതുപോലെ തന്നെ LKG സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ യാത്രയയപ്പൊക്കെ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും, അതുപോലെ തന്നെ മെമ്പറാണോ പ്രസിഡൻ്റാണോ ആരോ ഒരാളും, അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പറും എല്ലാവരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികൾക്കും തന്നെ ടീച്ചർ സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ ഉണ്ടായിരുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ വരുന്ന കുട്ടികൾക്കും ഒക്കെ ബാഗും ക്രയോൺസും അങ്ങനത്തെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ചൂട്ടനാണെങ്കിൽ ഒരു ട്രോഫിയും പിന്നെ അതുപോലെ തന്നെ ഒരു സർട്ടിഫിക്കറ്റും പിന്നെ ബാഗുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് മുന്നേ അച്ചൂട്ടന് അവിടെ നിന്ന് കുറേ സംഭവങ്ങളൊക്കെ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഓരോ പ്രോഗ്രാമിനൊക്കെ പോയിട്ട് അതിനുശേഷം ഇവരുടെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. കുറേ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ച്. അടുത്തതായിട്ട് വരുന്നത് എൻ്റെ കലാപരിപാടി. മൈക്ക് കിട്ടിയപ്പം ഒരാവേശത്തിന് പാടാൻ പാടിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത്ര വലിയ രസമൊന്നുമല്ല, എന്നാലും കേട്ടിരിക്കാം അത്ര തന്നെ. എന്തായാലും അതും അങ്ങ് തീർന്നു. കുറേ കാലത്തിന് ശേഷം മൈക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ എനിക്കൊരു ആവേശമായിരുന്നു. സത്യം പറഞ്ഞാൽ വിറയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുറച്ചൊക്കെ പാടി അഡ്ജസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് തിങ്കളാഴ്ച മുതൽ അച്ഛൻ്റെ LKG ഒക്കെ പോകാനായി, അതുപോലെ തന്നെ വലിയ മോനായി. ഇനിയിപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ഒക്കെ വരികയാണ്. അങ്ങനെ അവർ അടിച്ചു പൊളിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ച്. ഇന്നാണല്ലോ ലാസ്റ്റ് ദിവസം നഴ്സറിയിൽ നിന്ന് ആലിക്കുമ്പോൾ അതൊരു വിഷമം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ.